സുപ്രീം കോടതി തീരുമാനം വന്നതോടെ ഇലക്ട്രൽ ബോണ്ടുകൾ വീണ്ടും വാർത്താ കേന്ദ്രമാവുകയാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്, എന്താണ് സുപ്രീം കോടതി പറഞ്ഞത് എന്ന വേഗത്തിൽ നോക്കാം. 2017 ധനകാര്യ ബില്ലിലാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രഖ്യാപനം ഉണ്ടായതെങ്കിലും 2018 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ് ബോണ്ട് ഇടപാടുകൾ നടന്നത്. ഏകദേശം 10,000 കോടി രൂപയോളമാണ് വിവിധ പാർട്ടികൾക്ക് ബോണ്ടിലൂടെ ലഭിച്ചിട്ടുള്ളത്. 2024 ഫെബ്രുവരി 15-ന് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായത്. ഒട്ടേറെ പരാതികൾ അതിനെതിരെ വന്നതിന് പിന്നാലെ ഇനി എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് നോക്കാം. KYC പാലിച്ച് ആർക്കും ബോണ്ട് വാങ്ങാം എന്നതാണ് ബോണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. അതിൽ തന്നെ വിതരണം SBIയുടെ പ്രത്യേക ശാഖകളിലൂടെയാണ് ബോണ്ട് വിതരണം ചെയ്യുക. 1000 മുതൽ 1 കോടി രൂപ വരെ മൂല്യമുള്ള ബോണ്ടുകളാണ് ഇറക്കുക. അത് നിശ്ചിത ദിവസത്തേക്ക് SBI ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു. അത് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഈ ബോണ്ടുകൾ വാങ്ങാൻ കഴിയും. ആ വിവരങ്ങൾ അതാത് പാർട്ടികൾക്ക് കൈമാറുമ്പോൾ 15 ദിവസത്തിനകം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഈ ബോണ്ടിൻ്റെ തുക റിഡീം ചെയ്തെടുക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഇത് കോടതിയിൽ വന്നതോടുകൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര രൂപ ബോണ്ടിലൂടെ ലഭിച്ചു, ഏതൊക്കെ കമ്പനികൾ, വ്യക്തികൾ ആരൊക്കെ ബോണ്ടുകൾ വാങ്ങി, ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് SBI കൈമാറണം. ആ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുമണ്ഡലത്തിൽ പ്രസിദ്ധീകരിക്കുകയും വേണമെന്നാണ്. പക്ഷെ അപ്പോഴും ആർക്ക് നൽകിയെന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ കമ്പനിയോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയധികം രൂപ നൽകി, അങ്ങനെയുള്ള വിവരങ്ങൾ വരില്ല. എത്ര വാങ്ങി, എത്ര കിട്ടി പാർട്ടികൾക്ക്, ആരൊക്കെ എത്ര ബോണ്ടുകൾ വാങ്ങി എന്ന വിവരങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് വരും. ഇനി ആർക്ക് എന്ന വിവരം അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും.